ഇവിടേക്ക് ഫയർ എഞ്ചിൻ പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള വീതി ഇവർക്കില്ല. ഉറക്കത്തിലും മരിച്ചു പോകാനുള്ള ആൾക്കാർ, അതിനുള്ള ആരോഗ്യമുള്ളവരാണ് ഈ പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്നത്. ഗേറ്റിൽ നിന്ന് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മാലിന്യങ്ങളും അത്രയ്ക്ക് വൃത്തികേടായി ഇവിടെ കിടന്നിരുന്നത്. കത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വേസ്റ്റുകൾ, മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിവിടെ കുന്നുകൂടി കിടക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ചത് ഓർമ്മയില്ലേ? നിരവധി മാലിന്യ പ്ലാന്റുകളാണ് തീപിടിച്ച് വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇങ്ങനെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാലിന്യ ശേഖരണ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഹൈക്കോടതിയും സർക്കാരുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ ശേഖരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. MCF നിർമ്മിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് പ്ലാന്റുകൾക്ക് അനുമതി നൽകാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി കർശന ഉത്തരവുണ്ട്. 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ച് എയർപോർട്ടിന്റെ 20 കിലോമീറ്റർ പരിധിയിൽ MCF പാടില്ല. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ MCFിലേക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 2.6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതിനാൽ എയർപോർട്ടിന്റെ NOC ലഭിച്ചിട്ടില്ല. കൂടാതെ പ്ലാന്റിന് അഗ്നിശമന സേനയുടെ NOCയുമില്ല. അഗ്നിബാധ ഉണ്ടായാൽ റോഡിലൂടെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയില്ല എന്നതാണ് പ്രധാന കാരണം. അത്രമാത്രം ഇടുങ്ങിയ വഴിയാണ്. മഴക്കാലത്ത് ഈ വേസ്റ്റുകളെല്ലാം ഒഴുകി ഇതിന്റെ ദുർഗന്ധമെല്ലാം വമിച്ചുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. മറ്റൊന്ന്, ഫയർ NOC ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 2021 തൊട്ട് ഏകദേശം 8-10 സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ MCF RRF സെന്ററുകളും ഫയർ NOC നിർബന്ധമായിട്ട് എടുക്കണമെന്ന്. നമ്മൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസവും നമ്മൾ വിവരാവകാശം എടുത്ത് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിന് NOC കൊടുത്തിട്ടില്ല. ഈ സ്ഥാപനത്തിന് NOC കിട്ടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ, മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ച പോലെ, ഇവിടേക്ക് ഫയർ എഞ്ചിൻ പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള വീതി ഇവർക്കില്ല. ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീ അണയ്ക്കാനുള്ള സംവിധാനം, വലിയ വാഹനങ്ങൾ വരാനുള്ള സൗകര്യം, വഴി സൗകര്യമില്ല. ഒരു MCF നിർമ്മിക്കുമ്പോൾ കൃത്യമായ പഠനം സ്ഥലത്തെക്കുറിച്ച് നടന്നിരിക്കണം. അങ്ങനെയൊന്ന് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ MCF നിർമ്മിക്കുന്നതിന് മുന്നേ നടന്നിട്ടില്ല. അംഗൻവാടി, വൃദ്ധസദനം, കോളേജ് തുടങ്ങി ജനസാന്ദ്രതയുള്ള മേഖലയിലാണ് MCF. കഴിഞ്ഞ 2018 പ്രളയത്തിൽ MCF ചുറ്റും വെള്ളത്തിലായി. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ മാഞ്ഞാലി തോടിലേക്ക്. ഈ തോടിലേക്ക് വെള്ളമെത്തുന്ന ചെറിയ തോടുകൾക്കുമീതെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുന്നതുൾപ്പെടെ നിരവധി പരാതികളാണ് MCFിനെതിരെ പ്രദേശവാസികൾ ഉയർത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ജലസ്രോതസ് ഒഴുകുന്നുണ്ട്. ഈ ജലസ്രോതസ് ഇവിടുന്ന് തുടങ്ങി മാഞ്ഞാലിത്തോട്ടിൽ ചെന്ന് തരുന്ന ജലസ്രോതസ്സാണ്. ഇവിടുന്ന് ഇപ്പോൾ 2012 വെള്ളപ്പൊക്കത്തിന് ഇവിടെ വെള്ളം കയറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാടങ്ങൾ നികത്താതെ ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലുള്ള ജലസ്രോതസ്സുകളിലൂടെ കലരുന്ന പ്ലാസ്റ്റിക് മാലിന്യം, വേസ്റ്റും നേരെ ചെന്ന് പാടത്തേക്ക് ചെല്ലുകയും അതുവഴി ഇവിടുത്തെ കിണറുകൾ ഉൾപ്പെടെ ജലം മലിനമാകും. അതിനുശേഷം ഈ വെള്ളം നേരെ മാഞ്ഞാലിത്തോടിലേക്ക് പോകണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി ശേഖരിക്കുന്ന ഒരു കളക്ഷൻ സെന്റർ എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി. അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു ഇത് ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ. അപ്പോൾ ഇവിടുത്തെ അന്നത്തെ അധികൃതർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് ഇതൊരു കളക്ഷൻ സെന്റർ മാത്രമാണ്, ഒരു 500 സ്ക്വയർ ഫീറ്റുള്ള കളക്ഷൻ സെന്റർ, ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരു 1.5 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഗേറ്റിൽ നിന്ന് കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മാലിന്യങ്ങളും അത്രയ്ക്ക് വൃത്തികേടായി ഇവിടെ കിടന്നിരുന്നത്. നമ്മളന്ന് ചോദിച്ചാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവർ ഇവിടെ ഇത്ര വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലും നാശമായിട്ടായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. കർശനമായി പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ ശേഖരണ പ്ലാന്റ്. മുനിസിപ്പാലിറ്റിയിലെ മാലിന്യങ്ങൾ തള്ളാൻ വേണ്ടി ഒരിടം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ MCF. കുറച്ചു പ്ലാസ്റ്റിക്കുകൾ അങ്ങിങ്ങായി കിടക്കുന്നതല്ലാതെ MCFന് പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ പറയുന്നത്. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ഈ MCF ഇവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പുയരുമ്പോഴും MCF വിപുലപ്പെടുത്താനുള്ള നടപടികളാണ് മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നത്. ഭാവിയിലെ ബ്രഹ്മപുരമാകുമോ അയ്യായിപ്പാടമെന്ന ആശങ്കയാണ് ജനങ്ങൾ ഉയർത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.